ഹലോ, ഈ കാര്യം പറ. ആ പറഞ്ഞോ. നീ എവിടെയാടാ? വീട്ടിൽ റേഞ്ചില്ലടാ. നീ ആർക്ക് എന്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞ്? അടുത്ത ബുധനാഴ്ചത്തേക്കാ ടിക്കറ്റ് കൺഫേം ആയിക്കണേ. പിന്നെ നിനക്കറിയാലോ, കല്യാണത്തിന് അധികം ദിവസവും ഇല്ല. എനിക്ക് നാട്ടിലെന്തെങ്കിലും കാര്യം നടത്താൻ നിന്നോടല്ലാന്ന് പിന്നെ ആരോട് പറയണം? അതെന്താടാ, നിന്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ചത്ത. നീ സോപ്പിടാണ്ട് കാര്യം പറടാ. എടാ, അതായത് ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയില്ലേ, വിദ്യ, അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. അതിന് നിന്റെ പെണ്ണിന് ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. അത് നിന്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി. എന്താ രാജേഷേ? പൊന്നു മോനെ അനൂപേ, നീ ഇവിടെയുള്ള സകല അണ്ടന അടകോടനെയും ഗൾഫിൽ കൊണ്ടുപോയി. എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 10ാം ക്ലാസ്, ഡ്രില്ല്, ഗുസ്തി അല്ലേ? നീയേ അങ്ങനെ പറയരുത്. നിന്റെ വിസ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. നീ ഓക്കെ ആക്കും. എന്നിട്ടെന്താ നീ ആദ്യം പറഞ്ഞില്ല? നിന്നെ പറ്റിക്കാൻ പറഞ്ഞല്ല, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സംഭവം. ശരിക്കും? അവക്കുള്ള ഗിഫ്റ്റ് നീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് നിനക്കുള്ള വിസ, അതായിരുന്നു പ്ലാൻ. നിന്നെ ഒന്ന് ഞെട്ടിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. ആ, അത് പൊളിച്ചപ്പോൾ സമാധാനമായല്ലോ നിനക്ക്. സർപ്രൈസ് പരിപാടിയായിരുന്നോ? നീ ഇത് നേരത്തെ പറയണ്ടേ? ഗിഫ്റ്റും വാങ്ങിയതേ ഇപ്പൊ തന്നെ വിട്ടേക്കാം. എടാ മണ്ട, നാളത്തെ ബർത്ത്ഡേക്ക് ഇന്നേ പോണെന്തിനാ? ഇനി വിസ കൈ കിട്ടാതെ എനിക്ക് ഉറക്കം വരില്ല. നിനക്കിത് നാളെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഓ, ഇതിപ്പോ പറഞ്ഞതായ കുറ്റം. എന്നാ രാത്രി 12 മണിക്കല്ലേ? ആ, അത് ഐഡിയ. രാത്രി 12 മണി എന്ന് പറയുമ്പോൾ സംഗതി ബർത്ത്ഡേ ആയി, നമുക്ക് അവളെ ഞെട്ടിക്കുകയും ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട, ശരിയാവൂല. നീ എന്തായാലും വിസയുടെ കോപ്പി അവൾക്ക് അയച്ചത് നന്നായി. ഇവിടെയുള്ള ഒറ്റ ഒരുത്തിനും എന്നെ കണ്ണിനേരെ കണ്ടുകൂടാ. ഒക്കെ വൃത്തിയായിട്ടാവും വരാം. എന്നാലും രാത്രി 12 മണി എന്ന് പറയുമ്പോ എനിക്കതൊന്നൊരു വിഷയമല്ലിയാ. നീ അവളോട് എനിക്ക് വാതിലോർക്കാൻ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഗിഫ്റ്റോടെ ചെന്നിട്ട് വിളിക്കാം. കട്ടയല്ലേ? എന്തായാലും നീ അവിടെ ചെന്ന് മിസ് കോൾ അടിക്ക്, എന്നിട്ട് ഞാൻ അവളെ വിളിക്കാം. പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കല്ലോ ഓല. എവിടെ പോയി കിടക്കാറുണ്ടാ? ഞാനിവിടെ എത്തി. നീ എന്താ കിതക്കുന്നേ? നീ പെട്ടെന്ന് അവളെ വിളിച്ച് വിസയായിട്ട് ഇങ്ങ് വരാൻ പറ. ആ ശരി. ഈ നട്ടപ്പാതിരിക്കാണോ വിസ? നീ ഒന്ന് പെട്ടെന്ന് ചെല്ല്. ഉറങ്ങുമ്പോ തലയുടെ ഇടയിൽ കത്തിയും വെച്ച് കിടന്നുറങ്ങുന്ന പാർട്ടിയെ പുറത്ത്. കൊറേ നാളായി ഞങ്ങൾ ഉറക്കളയ്ക്കുന്നു. ഇത്തവണ ഞങ്ങൾ കൈയോടെ പിടിച്ചു. എന്റെ പൊന്നു സാറേ, ഇവൻ തന്നെ നമ്മുടെ അമ്പലത്തിലെ തിടമ്പ് അടിച്ചു മാറ്റിയത്. ഇതിപ്പോ ഇവിടെ മോളുടെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ടുള്ള വരവാ.
ഇതിവന്റെ അവസാനത്തെ കയറ്റമായിരിക്കണം. കയ്യും കാലും തല്ലി ഓടിച്ചു കൊടുക്കും. അതാ കണ്ടു. എടാ നാളെ എന്റെ വീട്ടിലാണ് നിനക്ക്. ഇഷ്ടപ്പെട്ടോ എൻ്റെ ഗിഫ്റ്റ്?